ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മാസങ്ങളായി പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതി ഡോക്ടർ എം.കെ. റാം ഒടുവിൽ പിടിയിലായി. കർണാടകയിലെ കുടകിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതീവ രഹസ്യമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് പ്രതിയെ വലയിലാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത്. പിടിയിലായ റാമിനെ കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. കേസന്വേഷണം ആരംഭിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തത് വലിയ തോതിലുള്ള ജനരോക്ഷത്തിന് കാരണമായിരുന്നു. എന്നാൽ പ്രതിയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വന്ന ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം കുടകിലെ ഒരു തോട്ടത്തിൽ ഇയാൾ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തി കടന്ന് റെയ്ഡ് നടത്തിയത്. പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. നേരത്തെ പ്രതി ആന്ധ്രാപ്രദേശിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം ചിറ്റൂരിലെത്തി വിപുലമായ തെരച്ചിൽ നടത്തിയിരുന്നു. പ്രതി താമസിച്ചിരുന്ന താവളം കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പ് റാം അവിടെ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു. പ്രതിക്ക് പ്രാദേശികമായി ലഭിച്ച സഹായങ്ങളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. കേസിൽ അറസ്റ്റ് ഭയന്ന് ഡോക്ടർ എം.കെ. റാം നിയമ പോരാട്ടങ്ങൾക്ക് മുതിർന്നിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയെയും ഇയാൾ സമീപിച്ചു. എന്നാൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഇയാൾ പൂർണ്ണമായും ഒളിവിൽ പോകാൻ തീരുമാനിച്ചത്. കോടതി വിധി വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇയാളെ കണ്ടെത്താനാകാത്തത് പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. ദന്തൽ കോളേജിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണം ക്യാമ്പസിനെ മാത്രമല്ല നാടിനെ ആകെ നടുക്കിയ ഒന്നായിരുന്നു. കോളേജിനുള്ളിൽ വെച്ച് നിതിൻ നേരിട്ട മാനസിക പീഡനങ്ങളും ക്രൂരതകളുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിന് പിന്നാലെ കോളേജ് അധികൃതർക്കെതിരെയും വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പുരോഗതിയില്ലാത്തതിനെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കേസ് ഏറ്റെടുത്തതോടെയാണ് അന്വേഷണത്തിന് വേഗത കൈവന്നത്. കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ശേഖരിച്ച മൊഴികളാണ് ഡോക്ടർ എം.കെ. റാമിനെതിരെയുള്ള ശക്തമായ തെളിവുകളായി മാറിയത്. ഡോക്ടർ എം.കെ. റാമിന് ഭരണ രാഷ്ട്രീയ രംഗങ്ങളിലെ ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആക്ഷേപം തുടക്കം മുതലേ ശക്തമായിരുന്നു. ഇതാണ് പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചെന്ന ആരോപണവുമായി നിതിന്റെ കുടുംബവും ആക്ഷൻ കൗൺസിലും രംഗത്ത് വന്നത്. എന്തായാലും അറസ്റ്റ് വൈകുന്നതിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും കണ്ണൂരിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതീവ രഹസ്യമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് പ്രതിയെ വലയിലാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത്. പിടിയിലായ റാമിനെ കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്.